വെൽക്കം ടു ന്യൂസിലാൻഡ്. പസഫിക് ഓഷൻ്റെ സദേൺ പാർട്ടിലായി ഓസ്ട്രേലിയയിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രി. സ്പോർട്സ് ഇവന്റുകളും ക്രിക്കറ്റ് മാച്ചുകളും കൊണ്ടായിരിക്കും നമ്മളിൽ പലരും ഈ ഒരു രാജ്യത്തെ തിരിച്ചറിയുക. ജിയോഗ്രഫി കൊണ്ട് മാത്രം ഈ ഒരു രാജ്യം വളരെയധികം ഫേമസ് ആണ് ഇന്ന് ലോകത്ത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ റേഞ്ചസും ബ്യൂട്ടിഫുൾ ലേക്സും അതിനു പുറമെ വളരെ ഓർഗാനിക്കുമായിട്ടുള്ള ഫുഡ്സുമാണ് ഈ രാജ്യത്തെ വളരെയധികം യുണീക്ക് ആക്കുന്നത്. ലോർഡ് ഓഫ് ദി റിങ്സ് എന്ന മൂവി ഷൂട്ട് ചെയ്തതും ന്യൂസിലൻഡിൽ തന്നെയാണ്. വളരെയധികം യുണീക്കായിട്ടുള്ളൊരു ജിയോഗ്രഫി ഉണ്ടായിട്ട് പോലും ഇവിടെ വളരെയധികം പോപ്പുലേഷൻ കുറവാണ്. ഇവിടെയുള്ള കാലാവസ്ഥ UK പോലെയാണ്. വളരെ ലോങ് വിൻറ്റേഴ്സും വളരെയധികം മഴയും ചെറിയ തോതിലുള്ള ചൂടും. നിങ്ങൾ ന്യൂസിലൻഡിൻ്റെ മാപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഇവിടെ 80% പോപ്പുലേഷനും അധിവസിക്കുന്നത് ന്യൂസിലൻഡിൻ്റെ നോർത്തേൺ പാർട്ടിലാണ്. അതായത് ഈ നോർത്തേൺ പാർട്ടിൽ 50% പോപ്പുലേഷനും ഓക്ലൻഡ് എന്ന ഒരൊറ്റ സിറ്റിയിലാണ് താമസിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കൺട്രി. നാച്ചുറൽ റിസോഴ്സസ് കൊണ്ടും ലോ ക്രൈം റേറ്റ് കൊണ്ടും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൊണ്ടും മറ്റ് രാജ്യങ്ങളെക്കാൾ ഏറെ മികച്ചത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്നും ന്യൂസിലൻഡ് വളരെയധികം വിജനമായത്? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ ന്യൂസിലൻഡിൻ്റെ പൊസിഷൻ പരിശോധിച്ചാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ ദൂരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ കറാച്ചിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ ഒരു ഫ്ലൈറ്റിൽ അറേബ്യൻ സീയും ഇന്ത്യൻ ഓഷനും കടന്ന് ഏകദേശം 18 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ന്യൂസിലൻഡിൽ എത്തിച്ചേരാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യം, മനുഷ്യർ എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയത് എന്നാണ്. നിങ്ങളിത് ഗൂഗിളിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളാർന്ന ഒപ്പീനിയൻസ് ലഭിക്കും. എന്നാൽ ന്യൂസിലൻഡിൻ്റെ ഒഫീഷ്യൽ ഡാറ്റ അനുസരിച്ച് ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുൻപ് മൗരി ജനതയാണ് ആദ്യമായി ഈ ഒരു ഐലൻഡ് കണ്ടെത്തുന്നത്. ഇവർ പസഫിക് ഓഷനിൽ പോളിനീഷ്യൻ ഐലൻഡ്സിൽ ജീവിച്ചിരുന്നവരാണ്. ഒഫീഷ്യൽ സോഴ്സുകൾ അനുസരിച്ച് 13ാം നൂറ്റാണ്ടിലാണ് ഇവർ ഗ്രൂപ്പായി ഈ ഒരു ഐലൻഡിലേക്ക് എത്തിയത്. പല വേവുകളായിട്ടായിരിക്കാം ഇവർ ഈ ഒരു ഐലൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. ഈ ഒരു സമയത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു ജെങ്കിസ് ഖാനും മംഗോൾ ജനതയും യൂറോ ഏഷ്യ മുഴുവനായി ആക്രമിച്ച് കീഴടക്കിയത്. ഒരുപക്ഷേ നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇവരുടെ ഓൾഡ് ഐലൻഡ്സ് വിട്ട് ഇവർ ന്യൂസിലൻഡിലേക്ക് തന്നെ എത്തിച്ചേർന്നത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കുന്നത് മൗരി ട്രഡീഷനിൽ നിന്നുമാണ്. മൗരി ട്രഡീഷൻ അനുസരിച്ച് അവർ ഈ ഒരു ഐലൻഡ് കണ്ടെത്തിയത് 13th സെഞ്ചുറിയിലല്ല, ഇതിനേക്കാളെല്ലാം മുൻപ് ഏകദേശം 750 AD ആദ്യമായി കൂപ്പെ എന്നൊരു ഫിഷർമാൻ ഈ ഒരു ഐലൻഡ് കണ്ടെത്തുന്നത്. ഒരു ഫിഷർമാൻ ആയതുകൊണ്ട് തന്നെ ട്രൈബിലുള്ള എല്ലാവർക്കും വേണ്ടി ഫിഷിംഗ് നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. പതിയെ പതിയെ സമീപ പ്രദേശങ്ങളിലുള്ള നീരാളികൾ മുഴുവൻ മത്സ്യങ്ങളെയും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് യാതൊന്നും ലഭിക്കാതായി. ട്രൈബിൻ്റെ ഏറ്റവും പ്രധാന ഫുഡ് സോഴ്സ് ആയിരുന്നു ഫിഷ്. ഇതവർക്ക് ലഭിക്കാതായപ്പോൾ വളരെ പതിയെ ഇവർ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കൂപ്പയും സംഘവും വളരെ സമയമെടുത്ത് വ്യത്യസ്തങ്ങളാർന്ന ഐലൻഡുകളിലേക്ക് എത്തിച്ചേർന്നു. എങ്കിൽ കൂടിയും അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അവിടെയൊന്നും. എന്നാൽ വളരെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അവർ ഒരു ഐലൻഡ് കണ്ടെത്തി. ഈ ഒരു ഐലൻഡ് ആയിരുന്നു ഇന്ന് നാം കാണുന്ന ന്യൂസിലൻഡ്. മറ്റ് ഐലൻഡുകളെ അപേക്ഷിച്ച് ഇവിടെ നാച്ചുറൽ റിസോഴ്സസ് വളരെയധികം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ മനുഷ്യരായി ഇവിടെ എത്തിയിട്ടുള്ളതും ഇവിടെ വസിക്കുന്നതും ഇപ്പോൾ ഇവർ മാത്രമാണ്. ഈ ഒരു ഡിസ്കവറി വളരെ വലിയ തോതിൽ മൈഗ്രേഷന് സഹായിച്ചു. പോളിനേഷ്യൻ ഐലൻഡുകളിൽ നിന്നും എല്ലാവരും അങ്ങനെ ന്യൂസിലൻഡിലേക്ക് എത്തിച്ചേർന്നു. 17ാം നൂറ്റാണ്ട് വരെ ഇവർ ഈ ഒരു ഐലൻഡിൽ വളരെ സുരക്ഷിതരായിരുന്നു. കാരണം മറ്റൊരു എക്സ്റ്റേണൽ അറ്റാക്ക് ഇവരുടെ നേരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം മാറാൻ പോവുകയായിരുന്നു. പുതിയ നേഷനുകളെയും കോണ്ടിനെന്റുകളെയും കണ്ടെത്താൻ യൂറോപ്യൻ പവേഴ്സ് എക്സ്പെഡീഷൻസ് ആരംഭിച്ചിരുന്നു. ഏബിൾ ടാസ്മാൻ എന്ന ഡച്ച് എക്സ്പ്ലോറർ പസഫിക് ഓഷനിലേക്ക് എക്സ്പെഡീഷൻസ് ആരംഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ അനുമാനമനുസരിച്ച് പസഫിക് ഓഷനിൽ ഉറപ്പായും ഒരു കോണ്ടിനെന്റ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായെങ്കിൽ ഇത് ഇവർക്ക് പുതിയ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളായിരിക്കും ഉണ്ടാക്കി നൽകുക. അങ്ങനെ 1642 ഇദ്ദേഹം ന്യൂസിലൻഡ് കണ്ടെത്തി. ഇദ്ദേഹം ന്യൂസിലൻഡിൽ കാലെടുത്ത് വെച്ച ഉടനെ തന്നെ ഇവരുടെ ആർമിയും ലോക്കൽ പീപ്പിളുമായി വളരെ വലിയ തോതിലുള്ള യുദ്ധമുണ്ടായി. പിന്നീട് 1769 ജെയിംസ് കുക്ക് എന്ന ബ്രിട്ടീഷ് ഓഫീസർ ന്യൂസിലൻഡിലേക്ക് എത്തി. വീണ്ടും ലോക്കൽസും ഇവരുമായി വളരെ വലിയ തോതിലുള്ള യുദ്ധമുണ്ടായി.
വളരെ പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷുകാർക്ക് തോറ്റ് പിന്മാറേണ്ടതായി വന്നു. എന്നാൽ ജെയിംസ് കുക്ക് ഈ ഒരു മുഴുവൻ യാത്രയുടെയും ഡീറ്റെയിൽ മാപ്പ് പ്രിപ്പയർ ചെയ്തിരുന്നു. 18-ാം നൂറ്റാണ്ടോടുകൂടി തുടർച്ചയായി യൂറോപ്യൻ ശക്തികൾ ന്യൂസിലൻഡിലേക്ക് എത്തി. റെയ്ഡ് നടത്തുക എന്ന വ്യാജേന ഇവർ തങ്ങളുടെ തന്ത്രത്തിൽ ലോക്കൽസിനെ പെടുത്തി. അങ്ങനെ യൂറോപ്യൻ ശക്തികൾ വ്യത്യസ്തങ്ങളാർന്ന പോർട്ടുകൾ ഇവിടെ നിർമ്മിച്ചു. 100 വർഷത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ഈ ഒരു മുഴുവൻ പ്രദേശത്തെയും തങ്ങളുടെ അധീനതയിലാക്കി. 1840-ൽ മൗരി ജനതയും ബ്രിട്ടീഷുകാരും ദ ട്രീറ്റി ഓഫ് വൈറ്റാങ്കി എന്ന ഒരു ട്രീറ്റി സൈൻ ചെയ്യുകയും ന്യൂസിലൻഡിനെ ബ്രിട്ടന്റെ ഒഫീഷ്യൽ പാർട്ടാക്കി മാറ്റുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ന്യൂസിലൻഡിൽ എത്തുമ്പോൾ സാധാരണ ലോക്കൽസിന്റെ പോപ്പുലേഷൻ 2 ലാഖായിരുന്നു. പിന്നീട് അത് കുറഞ്ഞ് 40,000-ലും താഴെയായി മാറി. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷുകാർ അവിടെ നിന്നും കൊണ്ടുവന്ന പല രോഗങ്ങളായിരുന്നു. ന്യൂസിലൻഡിലെ ലോക്കൽ ജനതയ്ക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ കാരണത്താൽ സാധാരണ യൂറോപ്പിലുണ്ടായിരുന്ന പല രോഗങ്ങൾ മൂലവും ഇവർ മരണപ്പെട്ടു. ഇതിനു പുറമെ 19-ാം നൂറ്റാണ്ടിൽ ന്യൂസിലൻഡ് വളരെയധികം വയലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറിയിരുന്നു. ട്രീറ്റി ഓഫ് വൈറ്റാങ്കിയുടെ 5 വർഷത്തിനു ശേഷം ലോക്കൽ ജനതയും ബ്രിട്ടീഷേഴ്സും യുദ്ധം ആരംഭിച്ചു. ലാൻഡ് ഓണർഷിപ്പിന്റെ പേരിലായിരുന്നു ഈ യുദ്ധം നടന്നത്. 40 വർഷത്തിലധികം ഈ യുദ്ധം നടന്നു. അങ്ങനെ 1881-ലാണ് ഈ ഒരു യുദ്ധം അവസാനിക്കുന്നത്. പല മൗറി ചീഫ്സും ഈ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു. മൗറി മൂവ്മെന്റ് മുഴുവനായി സപ്രസ് ചെയ്യപ്പെട്ടു. ഈ യുദ്ധങ്ങളുടെ എല്ലാം ഫൈനൽ റിസൾട്ടായി ബ്രിട്ടീഷേഴ്സിന് ഒരു കാര്യം മനസ്സിലായി: ലോക്കൽസ് ഇല്ലാതെ ഈ ഒരു സ്ഥലത്ത് യാതൊരുവിധ ഡെവലപ്മെന്റും നടക്കുകയില്ല. അങ്ങനെ ലോക്കൽസിനും ബ്രിട്ടീഷേഴ്സിനുമായി ഈക്വൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ന്യൂസിലൻഡിൽ ഉണ്ടാക്കി. അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് ന്യൂസിലൻഡിന്റെ നോർത്തേൺ പാർട്ടിൽ മാത്രം കൂടുതൽ ജനങ്ങളും അധിവസിക്കുന്നത്? ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം സതേൺ പാർട്ട് മുഴുവനായി മൗണ്ടെയിൻ റേഞ്ചസ് കൊണ്ട് കവറായിരിക്കുകയാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തുക എന്നത് നിയർലി ഇമ്പോസിബിളാണ്. വളരെ വലിപ്പമേറിയ മലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ റോഡുകളോ ബിൽഡിങ്ങുകളോ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് നിയർലി ഇമ്പോസിബിളാണ്. മലകളുടെ ഈസ്റ്റേൺ സൈഡ് നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെയുള്ള ലാൻഡ് വളരെയധികം ഇൻഫെർട്ടൈലും കൂടാതെ ഇറിഗേഷൻ നടക്കാത്തതുമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നോർത്തേൺ പാർട്ടിൽ ഇത്രയും അധികം ജനങ്ങൾ അധിവസിക്കുന്നത്. മൈഗ്രേഷൻ പോളിസീസിൽ വേൾഡ് വാർ 2-ന് ശേഷം ഇവർ റിലാക്സേഷൻ കൊണ്ടുവന്നു. നോൺ വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഇനി മുതൽ ന്യൂസിലൻഡിലേക്ക് വരാം എന്ന രീതിയിൽ മാറ്റി. ഇത് ന്യൂസിലൻഡിൻ്റെ പോപ്പുലേഷനിൽ വേണ്ട രീതിയിലുള്ള ബൂം കൊണ്ടുവന്നു. ഇന്ന് ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതലായി ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമാണ് ആളുകൾ എത്തുന്നത്. ഇവിടെ 29% പോപ്പുലേഷൻ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുടേതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ന്യൂസിലൻഡിലെ ഓക്ലൻഡിലാണ് കൂടുതൽ ആളുകളും താമസിക്കുന്നത്. ഇത് വളരെ വലിയ തോതിലുള്ള ഹൗസിംഗ് ക്രൈസിസ് അവിടെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാൻറ്റുകൾ നൽകി ആളുകളെ പുതിയ സിറ്റീസിലേക്ക് ഗവൺമെൻറ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് ഹൗസിംഗ് ക്രൈസിസിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നു. ഇവരുടെ ഇക്കോണമിയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നത് ആനിമൽ മീറ്റ് എക്സ്പോർട്ടാണ്. ഇവിടെ ഏകദേശം 50 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ന് അധിവസിക്കുന്നത്. എന്നാൽ കന്നുകാലികളുടെ എണ്ണം എന്നത് 3 കോടിയിലും അധികമാണ്. 95% മീറ്റും ഇവർ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി 2019-ൽ ഇവരുണ്ടാക്കിയത് എത്ര രൂപയാണെന്ന് നിങ്ങൾക്കറിയാമോ? $46 ബില്യൺ. GDP-യിൽ 52ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ന്യൂസിലൻഡ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണിത്. ന്യൂസിലൻഡിനെ പറ്റി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലോളിൽ എനേബിൾ ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും കൂട്ടുകാരുമായി പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.